നമ്മുടെ അസ്ലം സുൽത്താനി ഉസ്താദ് റുഷ്ദമോളുടെ അമ്മോഷനോട് സംസാരിച്ചപ്പോൾ ആ ഉപ്പ പറഞ്ഞ കരളലിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയകളിൽ ആ സമദ് സഖാഫിൻ്റെ കല്യാണം ഏറ്റിപ്പിടിച്ച് നടക്കുന്നവർക്കൊക്കെ ചിന്തിക്കേണ്ട, നമ്മളൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ട ചില വാക്കുകൾ. അതായത് റുഷ്ദമോളുടെ അമ്മോഷൻ എന്ന് പറഞ്ഞ സമദ് സഖാഫിയുടെ ഉപ്പ വളരെ പാവപ്പെട്ട ദീനിയായ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അവരുടെ കുടുംബം എന്നുള്ളതാണ്. ആ ഉപ്പ കണ്ണീർ തുളുമ്പിക്കൊണ്ട് അസ്ലം സുൽത്താനിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ മോൾക്ക് വല്ല മാനസിക വിഷമം വന്ന് വല്ല കടും കയ്യും ചെയ്താൽ ഈ വീഡിയോ ഇട്ടവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് അസ്ലം സുൽത്താനിയോട് റുഷ്ദ മോളുടെ അമ്മോഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അസ്ലം സുൽത്താനിയിലൂടെ ചോദിക്കപ്പെടുന്നത് ഇത്തരത്തിൽ വളരെ മോശമായി വീഡിയോ ചെയ്യുന്നവരോടൊക്കെ തന്നെയാണ്. എത്രത്തോളം മാനസിക സംഘർഷം ആ കുടുംബം അനുഭവിച്ചിട്ടുണ്ടാകും, ആ പൊന്നുമോൾ റുഷ്ദമോൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാകും. ഈ സൈബർ ആക്രമണങ്ങൾ അതിര് കടക്കുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാലം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട്. ആ ഉപ്പയോ മകനോ സത്യത്തിൽ ആ പാട്ട് നേരിട്ട് കേൾക്കുക പോലും ചെയ്തിട്ടില്ല. അത്യധികം കാരണം നമുക്കറിയാം അത്ര തിരക്കിലായിരിക്കും ഒരു കല്യാണത്തിൻ്റെ സമയത്ത് തലേന്ന് എന്നൊക്കെ പറഞ്ഞാൽ. അത്രക്കും തിരക്കിലായിരുന്നു അവർ. അതുപോലെ തന്നെ വലിയ ശബ്ദത്തിലായിരുന്നു അവിടെയുള്ള ബുർദ മജ്ലിസുകളൊക്കെ. സാധാരണ കല്യാണ വീടുകളിൽ ഹറാമുകൾ കൂത്താടപ്പെടുന്ന ഗാനമേളകൾക്ക് പകരം ഒരു നല്ലൊരു മജ്ലിസ്, ബുർദയുടെ മജ്ലിസ് സംഘടിപ്പിച്ചാണ്. അതിലുള്ള ചെറിയൊരു പിശക് അത്ര കണ്ടാൽ മതി. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു ശബ്ദം ഉണ്ടാകുന്ന സമയത്ത്, ഈ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിന് സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് പാടുന്നത് ആ വരികളെ ശ്രദ്ധിച്ചിരിക്കാനൊന്നും അവരുടെ ഉപ്പാക്കോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നും സമയം ഉണ്ടാവില്ല. അതുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉടനെ തിരുത്തിയിരുന്നു, അല്ലെങ്കിൽ അവരോട് ഇനി നിർത്തി പോയിക്കോളൂന്ന് പറയാമായിരുന്നു. തലച്ചോറിൽ കളിമണ്ണല്ലാത്തവർക്ക് ചിന്തിച്ചാൽ പോരെ? സ്വാഭാവികമായിട്ട് ഒരു ബുർദ ടീമിനൊക്കെ കൊണ്ടുവരുമ്പോൾ എങ്ങനെ പാടുന്ന ആരെങ്കിലും ചിന്തിക്കുമോ? ആ വഴിക്ക് തിരിഞ്ഞു നോക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള തിരക്കിലേക്ക് പോകുന്നല്ലാതെ. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയും സോഷ്യൽ മീഡിയകളിൽ ഇതിങ്ങനെ ചത്ത ശവത്തെ തിന്നുന്നത് പോലെ ഇങ്ങനെ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ് പലരും. ഇനിയും ആ മക്കളുടെ പേര് നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വലിച്ചേക്കരുത്. ആ കുട്ടിക്കൊരു അഭിമാനമുണ്ട്. ആ പുതിയാപ്പിളക്കും ആ കുടുംബത്തിനും അതിൽ വലിയൊരു നല്ലൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു തുടക്കമാണ്. അതിൽ കയറി ഇങ്ങനെ മാന്തി കളിക്കരുത്. നിങ്ങൾ പാടിയവർ തെറ്റാണ് ചെയ്തത്, അവർ തിരുത്തുക, അവർ തിരുത്തേണ്ടവർ അതിനെ തിരുത്തിയിട്ടുണ്ട്. ഇനിയും ആ പാവപ്പെട്ട ഉപ്പയെ നമ്മൾ കരയിപ്പിക്കണോ? അവരെ വേദനിപ്പിക്കണോ? ഇനി നമ്മൾ പടച്ച റബ്ബ് ഇത്തരത്തിൽ ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ അതെന്തോ വലിയ മഹാപാപമായി കരുതുന്ന ആളുകൾക്കൊക്കെ പടച്ചോ ഹിദായത്ത് കൊടുക്കട്ടെ, അവരുടെ മനസ്സിനെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ തലച്ചോറ് കളിമണ്ണായി പോയാൽ പിന്നെ അവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു നന്നാക്കട്ടെ. ആമീൻ.